നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2026 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് അവതരിപ്പിച്ചു വരുന്നത്. മേടം മുതൽ ചിങ്ങം വരെയുള്ള രാശിക്കാരുടെ പുതുവർഷ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കന്നിക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 10ഉം 11ഉം ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 7ാം ഭാവത്തിലും രാഹു 6ാം ഭാവത്തിലും 12ൽ കേതുവും സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്ന പ്രവൃത്തികൾക്ക് ഫലം കുറയുകയും പലവിധ അനർത്ഥങ്ങൾ ഉണ്ടാകുകയും പാഴ്ചിലവുകൾ ഉണ്ടാകുകയും ചെയ്യും. കൂടാതെ ഉഷ്ണരോഗത്തിനും സാഹചര്യമുണ്ട്. കൂടാതെ രക്തകോപം, നേത്രരോഗം എന്നിവയ്ക്കും സാഹചര്യമുണ്ട്. ആരോഗ്യനില കരുതലെടുക്കേണ്ടതാണ്. ദൂരദേശ ഗമനത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്കും സാഹചര്യമുണ്ട്. പെൺകുട്ടികളായിട്ടുള്ളവരുടെ വിവാഹം പെട്ടെന്ന് നടക്കാനുള്ള സാഹചര്യങ്ങളും എത്തിച്ചേരും. എന്നാൽ ആൺകുട്ടികളായിട്ടുള്ള കന്നിക്കൂറുകാരുടെ വിവാഹത്തിന് ചിലപ്പോഴെങ്കിലും മുടക്കം വരാം. അലച്ചിലും പ്രയാസങ്ങളും ഒക്കെ അല്പം ഏറിയേക്കാം. കുടുംബത്തിൽ നിന്നും മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതയ്ക്കും സാധ്യതയുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില പദ്ധതികൾക്കൊക്കെ അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടവും ആദ്യവും പ്രതീക്ഷിക്കേണ്ടതാണ്. ശിരോനേത്ര രോഗങ്ങൾ എന്നിവയ്ക്കും സാഹചര്യമുണ്ട്. ബന്ധുജന വിയോഗത്തിനും സാഹചര്യമുണ്ടാകാം. വർഷാരംഭത്തിൽ സാമ്പത്തികമായി നേട്ടവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകാം. കർമ്മ മേഖലകളിലൊക്കെ ശോഭിക്കാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിൽ ചില അംഗീകാരങ്ങളും ലഭിക്കാം. ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വർഷാന്ത്യത്തിൽ ജീവിതത്തിൽ ക്രമാനുഗതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. ചില ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ദേവീപ്രീതിയാണ് കന്നിക്കൂറുകാർ ദോഷപരിഹാരാർത്ഥമായിട്ട് ചെയ്യേണ്ടത്. ശാസ്താവ്, ചാമുണ്ഡി എന്നീ ദേവതകളെ പ്രീതിപ്പെടുത്തുക. ഭഗവതിക്ക് നെയ്വിളക്കും തെറ്റിപ്പൂ കൊണ്ടുള്ള മാലയും തെറ്റിപ്പൂവും ഒക്കെ സമർപ്പിക്കുക. ദോഷത്തെ ഇല്ലാതാക്കി കന്നിക്കൂറുകാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. എല്ലാ കന്നിക്കൂറുകാർക്കും നല്ലൊരു വർഷമാകട്ടെ 2026 എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് തുലാക്കൂറുകാരുടെ സമ്പൂർണ്ണ 2026 പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.